നിലവിൽ വളരെയധികം ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ലോജിസ്റ്റിക്സ്. അപ്പോൾ ലോജിസ്റ്റിക്സ് പഠിച്ച് ആ ഒരു കരിയറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഒത്തിരി സംശയങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് 30 വർഷത്തിലധികമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിപിൻ ദാസ് സാറാണ്. സർ, വെൽക്കം സർ. താങ്ക് യു ശ്രദ്ധ. സർ, ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ വളരെയധികം അറിയാനും പഠിക്കാനും അതുപോലെ തന്നെ ജോലി സാധ്യതകളൊക്കെയുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ സാറ് 30 വർഷമായി ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ. അപ്പോൾ സാറിൻ്റെ ഈ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിലെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ശ്വേത, ഞാൻ 20 വർഷമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിലെ ലോജിസ്റ്റിക് ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്തിരുന്നത്. ലോജിസ്റ്റിക് ബ്രാഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും അത് മിലിറ്ററീനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. മിലിറ്ററി ലോജിസ്റ്റിക്കും ഇപ്പം ഔട്ട്സൈഡ് ലോജിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടാണ്. മിലിറ്ററി ലോജിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ബിസിനസ് ഓറിയൻറ്റഡ് അല്ല, ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ആക്ടിവിറ്റി അല്ല അത്. പക്ഷേ നമ്മൾ ഇൻഡസ്ട്രി ബേസ്ഡ് ലോജിസ്റ്റിക് എന്ന് പറയുമ്പോൾ അതൊരു പ്രോഫിറ്റ് ബേസ്ഡ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ മിലിറ്ററി ലോജിസ്റ്റിക്കും ഇൻഡസ്ട്രി ലോജിസ്റ്റിക്കും ഉള്ള ഡിഫറൻസ് ഇതാണ്. ഇപ്പോൾ 20 വർഷം അവിടെ എയർഫോഴ്സിൽ വർക്ക് ചെയ്തിരുന്നെങ്കിലും 15 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇൻസ്ട്രക്ടറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഞാനൊരു 11 ഇയേഴ്സായിട്ട് ഇൻഡസ്ട്രി ലോജിസ്റ്റിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് 13 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇൻഡസ്ട്രിയൽ സർവീസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ASBMൽ ലോജിസ്റ്റിക് ബ്രാഞ്ചിൻ്റെ HOD ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ സാർ 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഒത്തിരി സാധ്യതകളുള്ള ഒരു ഏരിയയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് സാധ്യതകൾ എന്തൊക്കെയാണെന്ന് അറിയാതെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു മേഖലയിലെ ജോലി സാധ്യതകൾ? നമ്മൾ ഈ ലോജിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം എല്ലാവരും മുന്നിലോട്ട് വരുന്ന ഒരു എയർക്രാഫ്റ്റ് വരും, ഒരു ഷിപ്പ് വരും, 2-3 കണ്ടെയ്നർ വരും, ഒരു 3-4 ട്രക്കുകൾ വരും. ഇതാണ് ലോജിസ്റ്റിക്കിനെ റെപ്രസെൻറ്റ് ചെയ്തത്. ഓഫ് കോഴ്സ് ആക്ച്വലി ഇറ്റ് ഈസ്. പക്ഷേ അതിൻ്റെ ബാക്കിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട്, ഏരിയാസ് ഉണ്ട്. ഏരിയാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ലോജിസ്റ്റിക് പാർക്ക് എന്ന് പറയാം. ലോജിസ്റ്റിക് പാർക്ക് എന്ന് പറഞ്ഞാൽ സുഭാഷ് പാർക്കായിട്ട് ഈക്വലായിട്ടുള്ള ഒരു പാർക്കല്ല ആക്ച്വലി ലോജിസ്റ്റിക് പാർക്ക്. അതേപോലെ ഒരു അഗ്രികൾച്ചർ പാർക്ക്, അതിലൊരു റിവേഴ്സ് ലോജിസ്റ്റിക് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. പിന്നെ എയർ കാർഗോ ഉണ്ട്, ഒരു ഷിപ്പിംഗ് കാർഗോ ഉണ്ട്, റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഇൻഡസ്ട്രി മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ട്, അതിലൊരു എക്സ്പോർട്ട് ഇമ്പോർട്ടേഷൻ സെക്ടർ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഹെൽത്ത് കെയർ ലോജിസ്റ്റിക് വരുന്നുണ്ട്, കോൾഡ് സ്റ്റോറേജ് ലോജിസ്റ്റിക് വരുന്നുണ്ട്. ഇതെല്ലാം കൂടിയതാണ് ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ. ഈ സെക്ടർ, ഞാനിപ്പോൾ പറഞ്ഞ ഈ സെക്ടറിനെ പറ്റി അറിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് എവിടെ പോയി ഹിറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്കൊരു എയിം ഇല്ലാണ്ട് പഠിക്കേണ്ടി വരും. ഈ സെക്ടേഴ്സിനെ പറ്റി അറിയണയും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്ത ഒരു ലോജിസ്റ്റിക് സ്റ്റുഡൻറ്റിന് മാത്രമേ കറക്റ്റായിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂവിനൊക്കെ ക്രാക്ക് ചെയ്യാനെല്ലാം സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള നോളജ് ഒരു സ്റ്റുഡൻസിന് അത്യാവശ്യമാണ്. ഓക്കെ. ഇപ്പോൾ സാർ ലോജിസ്റ്റിക്സ് പാർക്കിനെ പറ്റി പറഞ്ഞു, അതൊന്നും കൂടി ഒന്ന്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ലോജിസ്റ്റിക് പാർക്ക്, അഗ്രികൾച്ചർ പാർക്ക്, റിവേഴ്സ് ലോജിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ലോജിസ്റ്റിക് പാർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു സിറ്റിക്കകത്തേക്ക് കുറേ മെറ്റീരിയൽ വരികയാണ്. ആ സിറ്റിയിലോട്ട് ഒരു സിറ്റി ഔട്ട്സ്കർട്ടിലോ അറൗണ്ട് ഒരു 10-15 അല്ലെങ്കിൽ മോർ ദാൻ 100 ഇൻഡസ്ട്രി ഉണ്ടായിരിക്കും. ആ 100 ഇൻഡസ്ട്രിയിലോട്ടും എല്ലാ മെറ്റീരിയലും കൊണ്ട് വന്നു കഴിഞ്ഞാലത്തെ സ്ഥിതി എന്തായിരിക്കും? ആ സിറ്റി ഫുള്ള് ചോക്കാവും അല്ലേ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോജിസ്റ്റിക് പാർക്കുകൾ തുടങ്ങിയേക്കുന്നത്. ഇപ്പം ലോജിസ്റ്റിക് പാർക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ അതിൻ്റെ ഔട്ട്സ്കേർട്ട് ലോജിസ്റ്റിക് പാർക്ക് ഹൊസൂറിലുണ്ട്, നേലമംഗലയുണ്ട്. അതുപോലെ മഹാരാഷ്ട്രയിൽ പോകുമ്പോഴത്തേക്ക് ഫോർ ഇൻസ്റ്റൻസ് അവിടെ ഒരു ഭിവണ്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നമ്മുടെ നാസിക് ഉണ്ട്, നാഗ്പൂരുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്ത് ലോജിസ്റ്റിക് പാർക്കുകൾ തുറന്നിട്ടുണ്ട്. അവിടത്തേക്കായിരിക്കും ഓരോരോ സ്റ്റേറ്റിലുള്ള സാധനങ്ങൾ വരുന്നത്. അവിടെ വന്നതിന് ശേഷമാണ് സോർട്ട് ചെയ്ത് ഡിഫറെൻറ്റ് ഏരിയയിലോട്ട് പോകുന്നത്. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു ചോക്കിങ് കഴിയുകയും സിറ്റിയിലെ ചോക്കിങ് കഴിയുകയും ചെയ്യും. അവിടെയുള്ള മെറ്റീരിയൽസിനെ കറക്റ്റ് ടൈമിലോട്ട് ഓരോരോ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കാൻ സാധിക്കും. അതാണ് ഈ ലോജിസ്റ്റിക് പാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ലോജിസ്റ്റിക് പാർക്കിൽ മഹീന്ദ്ര വരും, DHL വരും, ആമസോൺ വരും, ഫ്ലിപ്കാർട്ട് വരും. എല്ലാത്തിൻ്റെയും ഐറ്റംസും ഒരു സെൻട്രലൈസ്ഡ് ഏരിയയിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് ഡിഫറെൻറ്റ് സെക്ടറിലേക്ക് അയക്കുക എന്നുള്ളത് ആണ് ഈ ലോജിസ്റ്റിക് പാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഒരു അഗ്രികൾച്ചറൽ പാർക്കുകളുണ്ട്. ആക്ച്വലി അത്
നേരത്തെ ആ അഗ്രികൾച്ചറൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ഒരു 10 to 15 years ആയിട്ടാണ് ഈ കൺസെപ്റ്റ് റെഡി ആയത്. എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ അഗ്രികൾച്ചർ പാർക്ക് എന്ന് പറയുമ്പോഴേ അതിലവിടെ ഫാമിംഗ് നടക്കും, പ്രോസസ്സ് നടക്കും, മാർക്കറ്റിംഗ് നടക്കും, ലോജിസ്റ്റിക് നടക്കും. ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലക്നൌവിലും കാൺപൂരിലും ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നിറയെ പൊട്ടറ്റോസ് ഉണ്ട്. ഓക്കെ, നേരത്തെ എന്താ ചെയ്തിരുന്നത് വെച്ചാൽ ആ പൊട്ടറ്റോസ് എല്ലാം വാങ്ങിയിട്ട് ഏതെങ്കിലും കമ്പനി പ്രോസസ്സ് ചെയ്തിരിക്കും. അപ്പോൾ ആ പ്രോസസ്സിങ് കമ്പനി ഓരോ 100-200 കിലോമീറ്റർ ആയി. ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ലെയ്സ് പോലെയുള്ള കമ്പനികൾ കാൺപൂരും ലക്നൌവിൻ്റെ അടുത്ത് പോകും. അപ്പോൾ അവിടെ നിന്ന് പോയിട്ടാണ് അവർ ഡയറക്റ്റ് വാങ്ങിച്ച് പ്രോസസ്സ് ചെയ്യുന്നത്. അതൊരു അഗ്രികൾച്ചർ പാർക്കും അഗ്രികൾച്ചർ ലോജിസ്റ്റിക് കൺസെപ്റ്റിൽ പെടുന്നതാണ്. അതേപോലെയാണ് നമ്മൾക്കൊരു അതിനോട് പിന്നീട് വരുന്ന ഒരു സെക്ടറാണ് എയർ കാർഗോ എന്ന് പറയുന്നത്. എയർ കാർഗോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ലോജിസ്റ്റിക്കിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ദി മെറ്റീരിയൽ വൺ എൻഡ് ടു അനദർ എൻഡ്. ഇതാണ് ലോജിസ്റ്റിക്കിൻ്റെ മെയിൻ പർപ്പസ്. അത് എത്രയും വേഗം എത്തിക്കുക, സേഫായിട്ട് എത്തിക്കുക, ഇതെല്ലാം അതിൻ്റെ ബാക്ക് കൺസെപ്റ്റ്. അപ്പം ഇതെങ്ങനെ നമ്മൾ അയക്കാൻ പറ്റും? ബൈ എയർ കാർഗോ ആണെങ്കിൽ നമുക്ക് ക്വിക്കായിട്ട് എത്തിക്കാൻ സാധിക്കും അല്ലേ? നമ്മൾ എയർപോർട്ടിൽ പോകുകയാണെങ്കിൽ അവിടുത്തെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവിഷനിലോട്ട് മെറ്റീരിയൽ ഹാൻഡ് ഓവർ ചെയ്യുക, അവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് അയക്കാൻ പറ്റും. അതാണ് ഒരു എയർ കാർഗോൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഷിപ്പിംഗ് കാർഗോ എന്നുള്ള ഫീൽഡ് ഉണ്ട്. ഷിപ്പിംഗ് കാർഗോ എന്നുള്ള ഫീൽഡ് വരുമ്പോഴത്തേക്കും ഹെവി ഐറ്റംസ് ആണ്. എയർ കാർഗോയിൽ നമുക്ക് കണ്ടെയ്നറുകൾ അയക്കാൻ പറ്റത്തില്ല അല്ലേ? കണ്ടെയ്നർ ബിഗ് ഐറ്റംസ് എല്ലാം അയക്കണമെങ്കിൽ നമുക്ക് ഷിപ്പിൽ അയക്കണം, അല്ലെങ്കിൽ റെയിൽ ട്രാൻസ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ടിനെ ചെയ്യണം. പക്ഷേ ഈ ഹ്യൂജ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് കണ്ടെയ്നേഴ്സ് ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് അയക്കാൻ നമുക്ക് ഷിപ്പാണ് ഏറ്റവും നല്ലത്. അത് കോസ്റ്റ് എഫക്റ്റീവാണ്. അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് നമുക്ക് വിഴിഞ്ഞത്ത് ഒരു ഡീപ് സീ പോർട്ട് വന്നിരിക്കുന്നത്. ഇത് വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഏരിയയാണ് ഈ ഷിപ്പിംഗ് കാർഗോ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു നമുക്ക് പുതിയൊരു ഏരിയയാണ്. നമ്മുടെ കേരളത്തിലാണ് ഇത് വന്നേക്കണേ. നമ്മുടെ സ്ട്രാറ്റജിക്കലും നമ്മുടെ ഈ വിഴിഞ്ഞം എന്ന് പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ട് പോകാനും നമ്മുടെ യൂറോപ്പിലോട്ട് പോകാനും ആഫ്രിക്കയിലോട്ട് പോകാനും ഉള്ള ഒരു സ്ട്രാറ്റജിക് പോയിന്റാണ് വിഴിഞ്ഞം എന്ന് ഉദ്ദേശിക്കുന്നത്. അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് കിട്ടിയേക്കണേ. നമ്മളിപ്പോൾ ഗവൺമെൻറ് ആണ് ഈ വിഴിഞ്ഞത്ത് ഓൾറെഡി 8,000 crore ആണ് ഇൻവെസ്റ്റ് ചെയ്തേക്കണേ. ഈ 8,000 crores ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അവിടെ ആകെ 2 ബർത്തേ ആയിട്ടുള്ളൂ. അവർ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്ന അറൗണ്ട് 10 to 15 ബർത്തുകളാണ്. അപ്പോൾ 10 to 15 ബർത്തുകൾ ആകുമ്പോഴത്തേക്കും ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ സിനാരിയോ വരുന്ന അറൗണ്ട് 5,500 എംപ്ലോയീസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി 8,000 ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും 2,000 ആണ് ജനറേഷൻ ആയേക്കണേ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഒരു അനദർ 20,000 കൂടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാനാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ വിഴിഞ്ഞത്തുള്ളത്. അപ്പോൾ ആ അനദർ 20,000 കൂടി വരുമ്പോഴത്തേക്കുള്ള അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ വരുന്നത് അറൗണ്ട് 5,500 ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായി? ഈ വിഴിഞ്ഞത്ത് ഈ ഗവൺമെൻറ് വേറെ എന്തെങ്കിലും പ്രോജക്ട്സ് ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം നമുക്ക് ജോബ് ജനറേഷൻ വരില്ല. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു സ്റ്റാഗ്നേഷൻ വരും. ഈ വിഴിഞ്ഞത്ത് പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. ഒരു ഇൻകമിങ് വരണം, ഔട്ട് ഗോയിങ് വേണം. ഇൻകമിങ് വന്നാൽ തന്നെ ഇൻകമിങ് വരുമ്പോഴത്തേക്ക് അതൊരു റോ മെറ്റീരിയൽ ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിൽ നിന്നുള്ള ഫിനിഷ്ഡ് ഗുഡ് ആയിരിക്കും വരുന്നത്. ഇതെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ വെയർഹൗസുകൾ അത്യാവശ്യമാണ് വിഴിഞ്ഞത്തും. അതിന് ഈ റോ മെറ്റീരിയൽ വന്നാൽ തന്നെ അതിൻ്റെ പ്രോസസ്സിങ്ങിന് റിലേറ്റഡ് ഇൻഡസ്ട്രി അത്യാവശ്യമാണ്. അപ്പോൾ വിഴിഞ്ഞം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഏതാണ്ട് ഒരു 100-200 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഡെവലപ്പ് ആയിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ പാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിറയെ അവിടെ ഇൻഡസ്ട്രികൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും മറ്റുള്ള സ്റ്റേറ്റുകളിലെ നിറയെ ഇൻഡസ്ട്രിയൽ പാർക്കുകളുണ്ട്. അവിടേക്ക് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ പാർക്കുള്ളത് തമിഴ്നാട്ടിലാണ്. ആ തമിഴ്നാട്ടിൽ അറൗണ്ട് 40,000 ഇൻഡസ്ട്രീസാണ് ഉള്ളത്. ആ 40,000 ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന റോ മെറ്റീരിയലും അവിടുന്ന് പോകുന്ന
ഫിനിഷ്ഡ് കിട്ടും. നമുക്ക് ഈ വിഴിഞ്ഞം പോർട്ടൂടെ ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റും അതെല്ലാം എന്താണ് അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടും ഈ വരുന്ന ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് കണക്ടിവിറ്റി അത്യാവശ്യമാണ്. ഇപ്പോൾ ഓൾറെഡി ഗവൺമെൻറ് ഒരു പ്ലാൻ ഉണ്ട്, ട്രിവാൻഡ്രത്തു നിന്ന് ബാലരാമപുരത്തു നിന്ന് ഒരു റെയിൽ ടണൽ വിഴിഞ്ഞത്തേക്ക് കണക്ട് ചെയ്യാൻ. അതൊക്കെ ഗുഡ്. അതേപോലെയുള്ള ഒരു ആക്ടിവിറ്റീസാണ് വേണ്ടത്. നമ്മുടെ ഇപ്പോഴുള്ള വിഴിഞ്ഞം പോർട്ട് ഭാരത്മാലയായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. ഭാരത്മാല എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. അതിൽ ഓൾമോസ്റ്റ് 10.5 lakhs crore ഗവൺമെൻറ് പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ 10 lakhs crores ആണ്, അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പോൾ ആ 10 lakh crore ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഗവൺമെൻറ് എക്സ്പെക്ട് ചെയ്യുന്നത് അറൗണ്ട് 80,000 ഹൈവേസ് ആണ് ഉദ്ദേശിക്കുന്നത്. 80,000 ഹൈവേ 6 ലൈൻ ഹൈവേസ് ആണ്. അപ്പോൾ ആ 6 ലൈൻ ഹൈവേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മെറ്റീരിയൽ മൂവ്മെൻറ്റ്സിന് വളരെ ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഇതിനോടനുബന്ധിച്ചുള്ള ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് 80,000 ഗവൺമെൻറ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അറൗണ്ട് 20,000 നിയർ ബൈ 20,000 കിലോമീറ്റർ നമുക്ക് ഇപ്പോഴും സാധിച്ചിട്ടുള്ളൂ. 80,000 ഇനിയും കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ 80,000 കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കുള്ള ഭൂമി സെക്ടറൊന്നും നമുക്കിപ്പോൾ ആലോചിക്കാൻ പറ്റത്തില്ല. അതൊരു റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഇതാണ്. അതുകൂടാതെ നമുക്ക് വേറൊരു സെക്ടർ വരുന്നത് ഷിപ്പിങ്ങിൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷിപ്പിങ്ങിൽ വിഴിഞ്ഞത്ത് മാത്രമല്ല ജോബ് ജനറേഷൻ വരുന്നത്. വിഴിഞ്ഞം ഒരു സെക്ഷൻ മാത്രമേ ആവുന്നുള്ളൂ, ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. നമുക്ക് ആലോചിക്കണം, നമ്മുടെ കോസ്റ്റൽ ലൈൻ എന്ന് പറയുമ്പോൾ 7,500 കിലോമീറ്റർ ആണ് നമുക്ക് കോസ്റ്റൽ ലൈൻ ഉള്ളത്. ഈ 7,500 കോസ്റ്റൽ ലൈനും നമുക്ക് പാസഞ്ചറും ഫ്രൈറ്റും മൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കണം. ഇപ്പം നമുക്കുള്ളത് 21 മേജർ പോർട്ടുകളാണ് ഉള്ളത്. അതുകൂടാതെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അറൗണ്ട് 200 നോൺ മേജർ സീ പോർട്ടുകളുണ്ട്. ഈ 200 നോൺ മേജർ സീ പോർട്ടുകളും കൂടി കണക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ സീ പോർട്ട് ഇൻലാൻഡ് വാട്ടർവേസ് ലോജിസ്റ്റിക്കും കൂടി കണക്റ്റ് ആകുന്നത്. ഒന്ന് നമ്മുടെ ഇൻ്റർനാഷണൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഉണ്ട്, നമ്മൾ മേജർ എയർപോർട്ട് വഴി മേജർ സീ പോർട്ട് വഴി നമുക്ക് നടത്താൻ സാധിക്കും. പക്ഷേ നമ്മൾക്ക് ഈ ഇൻലാൻഡ് വാട്ടർവേസ് ലോജിസ്റ്റിക്കും കൂടി കണക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ മെറ്റീരിയൽ മൂവ്മെൻറ്റും പാസഞ്ചർ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. അതൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഇവിടെ നടത്തിയേക്കണ വാട്ടർ മെട്രോ. പക്ഷെ നമ്മളിപ്പോഴും അത് ഫ്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല. ശരിയാണ്. പക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഉത്തരാഖണ്ഡ്, ബീഹാർ, ബംഗാൾ ഇങ്ങനെയുള്ള 3-4 സ്റ്റേറ്റ് കണക്ട് ചെയ്തിട്ട് ഓൾറെഡി പാസഞ്ചർ ട്രാൻസ്പോർട്ടും ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ടും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സ്കോപ്പ് വരുന്നത്. കേരളത്തിലാണെങ്കിൽ നമ്മുടെ കേരള മാരിടൈം ലോജിസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഗവൺമെൻറ് ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നത്. ഇതെല്ലാം ഒരു 2-3 ഇയേഴ്സിനുള്ളിൽ ആണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പം സാർ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ വിഴിഞ്ഞം പോർട്ട് വരുന്ന കാര്യം. അപ്പോൾ ജോലി സാധ്യതകൾ കൂട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു പോർട്ട് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ആ ഒരു ഏരിയ എന്തായാലും ഡെവലപ്ഡ് ആവില്ലേ? തീർച്ചയായും. അവിടെ മാത്രമല്ലല്ലോ നമ്മൾ ഡെവലപ്പ് ചെയ്യണേ. ഡെവലപ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു എക്കണോമി വരിക എന്നാണ്. എക്കണോമി എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഉദ്ദേശിക്കുന്നത്? എക്കണോമി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ക്യാഷ് മൂവ്മെൻറ്റ്സ് നടക്കണം. ക്യാഷ് മൂവ്മെൻറ്റ്സ് നടക്കുന്ന ക്യാഷായിട്ട് റിലേറ്റഡ് ആയിട്ട് മെറ്റീരിയൽ മൂവ്മെൻറ്റ്സ് നടക്കണം, ജനങ്ങളുടെ ഫെസിലിറ്റീസ് കൂടണം. ഇതെല്ലാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെവലപ്മെൻറ്റിന്. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി വന്നാൽ മാത്രമേ അവിടെ ഒരു എക്കണോമി ഉണ്ടാവുള്ളൂ. ക്യാഷ് വേണം ഒരു ട്രാൻസാക്ഷന്, ഇല്ലേ? ക്യാഷ് വേണം ട്രാൻസാക്ഷന്. ഈ ക്യാഷ് വരുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെയാണ് ക്യാഷ് വരുന്നത്. സാഗർമാലയുടെ കീഴിലാണ് നമ്മുടെ ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കിയത്. ഈ സാഗർമാല എന്ന പദ്ധതി നമ്മൾ നടപ്പിലാക്കിയേക്കുന്നത് ഓൾമോസ്റ്റ് 5.5 lakhs crores ആണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്തേക്കണത്. അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഈ 5 lakhs crores സാഗർമാലയിലും 10 lakhs crores ഭാരത്മാല പരിയോജനയിലും നോക്കുമ്പോഴത്തേക്ക് എത്രയാണ്? 15 lakhs crores ആണ് ഗവൺമെൻറ് ഇതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ
റെയിൽ ട്രാൻസ്പോർട്ടിൻ്റെ പറഞ്ഞിട്ടില്ല, മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടില്ല. ഇതിൽ മാത്രമാണ് 15 lakhs crores ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതിൻ്റെ ചലനങ്ങൾ നമ്മളിലോട്ടും വരികയും ചെയ്യും. നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ജനറേഷനെല്ലാം മാക്സിമം പുറത്തേക്ക് പോകാനാണ് ചാൻസ് അല്ലേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പം ആ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള ആണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി എല്ലാം നടക്കുന്നത്. ഇപ്പോൾ സാറിപ്പോൾ പറഞ്ഞു ലോജിസ്റ്റിക്സ് പഠിച്ചാൽ പുറത്തേക്ക് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഈ അടുത്ത് ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളി പഠിച്ച ലോജിസ്റ്റിക്സാണ്, പക്ഷേ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ആ ഒരു ഫീൽഡിലല്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ലോജിസ്റ്റിക്സ് പോലൊരു കോഴ്സ് പഠിച്ചിട്ട് എന്തുകൊണ്ട് ആ ഒരു ഫീൽഡിൽ നിന്ന് സ്വിച്ച് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു റീസൺ നമ്മുടെ നാട്ടിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു സാലറി കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ പുറത്തേക്ക് പോയാലേ സാധ്യതകളുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതിൽ എത്രത്തോളം കാര്യമുണ്ട് അങ്ങനത്തെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലോജിസ്റ്റിക്കിൽ എന്തെല്ലാം സെക്ടേഴ്സ് ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അഗ്രികൾച്ചറൽ സെക്ടർ ഉണ്ട്, ലോജിസ്റ്റിക് പാർക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അതുപോലെ റിവേഴ്സ് ലോജിസ്റ്റിക്, ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ്, എയർ കാർഗോ, ഷിപ്പിംഗ് കാർഗോ, റെയിൽ ട്രാൻസ്പോർട്ടേഷൻ, റോഡ് ട്രാൻസ്പോർട്ടേഷൻ, ഹെൽത്ത് കെയർ ലോജിസ്റ്റിക്, കോൾഡ് സ്റ്റോറേജ് ലോജിസ്റ്റിക്, എക്സ്പോർട്ട് ഇമ്പോർട്ട്, ഇങ്ങനെയുള്ള സെക്ടേഴ്സിനെ പറ്റി മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിനോട്ട് പോകാൻ. ഇല്ലെങ്കിൽ നമ്മൾ ലോജിസ്റ്റിക് പഠിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കും. അപ്പോൾ ലോജിസ്റ്റിക് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള സെക്ടേഴ്സ് കവർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിച്ച് കഴിഞ്ഞാലേ ഗുണം ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള സെക്ടേഴ്സൊക്കെ ഉണ്ട്, ആ സെക്ടേഴ്സിലേക്ക് വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഒരു ലോജിസ്റ്റിക് കോഴ്സ് പഠിച്ചിട്ട് ജോബിന് വേണ്ടി അന്വേഷിച്ച് കിടന്നാൽ കിട്ടാൻ ചാൻസസ് കുറവാണ്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു നോളജ് കൊണ്ടുവേണം നിങ്ങൾക്ക് പോകാൻ. ഇപ്പോൾ സാറ് പറഞ്ഞു ഇതിനെ പറ്റിയിട്ടുള്ള ഒരു നോളേജിൻ്റെ കുറവാണ്, ഏതൊക്കെ സെക്ടേഴ്സ് ഉണ്ട് എന്ന് അറിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് പലരും അവസരങ്ങളില്ല എന്ന് പറയുന്നത് എന്നുള്ളത്. ഇപ്പോൾ അങ്ങനെ ലോജിസ്റ്റിക്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അപ്പോൾ ഇതുപോലെ ഇത്രയും അവസരങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അയാളെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അയാൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ പഠിക്കാനായി തിരഞ്ഞെടുക്കുക, ഇപ്പം ഞാനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുകയാണ് ഓക്കെ എനിക്ക് ലോജിസ്റ്റിക്സ് പഠിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുന്നതിലും അതിൻ്റെ സർട്ടിഫിക്കേഷൻ നോക്കുന്നതിലൊക്കെ ആണെങ്കിൽ? അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നോർമലി ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പരസ്യം കണ്ട് നേരെ പോയി ജോയിൻ ചെയ്യാണ്. ആക്ച്വലി ജോയിൻ ചെയ്യണമ്പോൾ നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ചോദിക്കണം എന്തൊക്കെയാണ് നിങ്ങൾ എനിക്ക് തരാൻ പോകുന്നത്. ആക്ച്വലി അതിനെപ്പറ്റി ചെറിയൊരു റിസർച്ച് നടത്തണം. എന്തെല്ലാം സെക്ടേഴ്സ് ഉണ്ട്, നിങ്ങളുടെ സിലബസിൽ ആ സെക്ടേഴ്സിനെല്ലാം കവർ ചെയ്യുന്നുണ്ടോ. അതിനുശേഷം ഈ കവർ നമ്മൾ പഠിപ്പിക്കുന്നതിന് ആരെങ്കിലും ഓതറൈസ് ചെയ്തിട്ടുണ്ടോ, ആരെങ്കിലും ഒരു ഓതറൈസ് ചെയ്യണ്ടേ. അല്ലെങ്കിൽ നമ്മൾ ഈ കോഴ്സ് പഠിച്ചു ചുമ്മാ പോയിക്കുന്ന ആരും എൻ്റർടൈൻ ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ASBM എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു UGC റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കറ്റാണ് അവർ തരുന്നത്. കൂടാതെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അംഗീകാരവും ഈ കോഴ്സിന് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം ഒരു ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ. ഇതാണ് മെയിനായിട്ട് പറയാൻ. ഓക്കെ. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് മാത്രമാണോ നമുക്ക് ബാക്കി അവിടെ നിന്ന് അവരെന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരിക? ഇപ്പം പ്രാക്ടിക്കൽ ക്ലാസ്സസിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടോ ലോജിസ്റ്റിക്സ് പോലെ ഒരു മേഖലയിൽ? കാരണം എപ്പോഴും തിയറി ഓറിയൻറ്റഡ് ക്ലാസ്സസ് ആയിരിക്കും കൂടുതൽ കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണോ നമ്മൾ? ഇവിടെ നമ്മൾ സിലബസ് അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തേക്കണേ. ഫുള്ളി ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആണ് നമ്മുടെ സിലബസ് എല്ലാം പ്ലാൻ ചെയ്തേക്കണേ. നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഒരു ഇൻഡസ്ട്രിയിൽ എന്തെല്ലാം ഫംഗ്ഷൻ നടക്കുന്നുണ്ടോ ആ ഈച്ച് ഫംഗ്ഷൻ നമ്മൾ ആ സിലബസിൽ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം സപ്പോസ് നമ്മൾക്ക് ഒരു പ്രൊക്യൂർമെന്റ് നടത്തുന്നത്, ആ പ്രൊക്യൂർമെന്റ് നടത്തുന്നത് ഡയറക്റ്റ് പ്രൊക്യൂർമെന്റിൽ ആക്ച്വലി നടക്കാൻ പോകുന്നത്. അതിലൊരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ആ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യണം, അത് ഡിമാൻഡ് റേസ് ചെയ്യണം, അത് പ്രൊക്യൂർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണം. പ്രൊക്യൂർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് പ്രൊക്യൂർമെൻറ്റ് ഇൻചാർജ് എന്താ ചെയ്യുന്നത് അതെല്ലാം വൺ ബൈ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവരിൽ നിന്ന് ഒരു എന്താ പറയണേ, നമ്മളൊരു
അവർക്കത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതും കൂടി നമ്മളൊരു മനസ്സിലാക്കണം. ചെക്ക് ചെയ്യാറുണ്ട്. ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ മേഖലകളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു AI കടന്നുകയറ്റാന്ന് പറയാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. എല്ലാ ഇൻഡസ്ട്രിയും AI ഒരു കടന്നുകയറ്റമുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എല്ലാത്തിലും വരുന്നുണ്ട്. ലോജിസ്റ്റിക്സിന് അതുപോലെ AI ഇങ്ങനെ ഉണ്ടോ എന്തെങ്കിലും? ഇപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിൽ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? തീർച്ചയായും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു സുപ്രഭാതത്തിൽ വന്ന ഒരു ടെക്നോളജി അല്ല. അതൊരു സീരീസ് ഓഫ് ടെക്നോളജിയുടെ ഒരു പാർട്ട് മാത്രമല്ല. അതിൻ്റെ ബാക്കിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ IoT ഉണ്ട്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വരുന്നുണ്ട്, ബ്ലോക്ക് ചെയിൻ വരുന്നുണ്ട്, മെഷീൻ ലേണിംഗ് വരുന്നുണ്ട്. അതിനുശേഷമാണ് നമുക്കിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ടെക്നോളജി വന്നേക്കണേ. ഈ 4 ടെക്നോളജിയും സിങ്ക്രണൈസ് ചെയ്യുമ്പോഴാണ് ഈ നമ്മൾ പറയുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എഫക്റ്റീവ്നെസ് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ലോജിസ്റ്റിക്കിലാണ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെഷൻ മതിയാവില്ല. പക്ഷെ അത് ഏതൊക്കെ സെഷനിൽ ലോജിസ്റ്റിക്കിൻ്റെ ഏതെല്ലാം ഏരിയയിൽ ഇമ്പാക്റ്റ് കൊടുക്കുന്നുള്ളൂ എന്ന് ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിമാൻഡ് ആൻഡ് ഫോർകാസ്റ്റിങ്ങിൽ ഇത് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ പ്രൊക്യൂർമെൻറ്റിൽ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ആ കറണ്ട് ട്രെൻഡ്, ഒരു മെറ്റീരിയൽ ഏതെല്ലാം ഏരിയ എവിടെയെല്ലാം അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് AI കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാർക്കറ്റ് സർവേ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ഉണ്ട് പ്രൊക്യൂർമെൻറ്റിൽ. ഈ മാർക്കറ്റ് സർവേയിൽ AI ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി. സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ്ലി നമ്മുടെ സ്റ്റോക്കെല്ലാം തീർന്നു പോയി, എന്ത് ചെയ്യും? അപ്പോൾ ആ സ്റ്റോക്ക് ഔട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ പ്രോസസ്സിനെ അത് അഫക്റ്റ് ചെയ്യും. ആ സ്റ്റോക്ക് ഔട്ട് വരാതെ ഇരിക്കാനായിട്ട് AI നമുക്ക് അഡ്വാൻസ് വാർണിംഗ് തരും. പിന്നെ വരുന്ന റൂട്ട് ഓപ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ഉണ്ട്. റൂട്ട് ഓപ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനിൽ പെടുത്തതാണ് റൂട്ട് ഓപ്റ്റമൈസേഷൻ. ഓക്കെ. അപ്പോൾ ഈ റൂട്ട് ഓപ്റ്റമൈസേഷനിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ കൺസപ്ഷൻ, ഈ ട്രക്സിൻ്റെ അവൈലബിലിറ്റി, ആ മാർക്കറ്റ് ട്രെൻഡ്, ഇതെല്ലാം നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഈ AI നമ്മളെ ഹെൽപ്പ് ചെയ്യും ലോജിസ്റ്റിക്കലി. ഇതൊക്കെയാണ്. പിന്നെ കൂടുതൽ നമുക്ക് പറയണമെങ്കിൽ ഈ സെഷൻ മതിയാവില്ല, നമുക്ക് ഒത്തിരി സംസാരിക്കേണ്ടി വരും ഡെപ്തായിട്ട്. ഓക്കെ. നമുക്ക് ഈ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് കയറുക എന്നല്ലാണ്ട് ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ, ഇപ്പം നോർമലി നമ്മൾ കേൾക്കുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ ഷിപ്പിംഗ്, വെയർ ഹൗസ്, അങ്ങനത്തെ ജോലികൾക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ലോജിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഞാനിത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു 4 പേർക്ക് ജോലി കൊടുക്കുന്ന രീതിയിലേക്ക് എനിക്കിതിനൊരു ബിസിനസ് സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതുണ്ടല്ലോ നിറയെ. നമ്മളത് കാണാത്തതുകൊണ്ടാണ്, നമ്മുടെ ചുറ്റും നമ്മൾ നോക്കാത്തതുകൊണ്ടാണ് ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്ക് കിട്ടാത്തത്. അല്ലെങ്കിൽ നമ്മളെ അവർ മറ്റുള്ളവർ ഗൈഡ് ചെയ്യാനില്ല. അതിൻ്റെതായൊരു അതാണ് ഒരു മെയിൻ ഇഷ്യൂ വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ പറയാനായിട്ട്, നമ്മുടെ സ്പൈസസിൻ്റെ ഏരിയയാണ് ഈ വയനാടും ഇടുക്കിയും അങ്ങനെയുള്ളൊക്കെ ഏരിയ. അപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ അവിടെ ഒരു വെയർഹൗസ് സെറ്റപ്പ് ചെയ്യുക. വെയർഹൗസ് സെറ്റപ്പ് ചെയ്തിട്ട് ആ സ്പൈസസിനെ പ്രിസർവ് ചെയ്യാൻ പറ്റിയ ഒരു വെയർഹൗസ്, കോൾഡ് സ്റ്റോറേജോ ടെമ്പറേച്ചർ കൺട്രോൾഡ് എന്നാണ് ഇതിന് പറയണത്, കോൾഡ് സ്റ്റോറേജ്. ആ വെയർഹൗസിലോട്ട് സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് അതെന്താ നടക്കുന്നത് വെച്ചാൽ ആ വെയർഹൗസിൽ എല്ലാ സ്പൈസസും 365 അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് നടക്കുന്നത് ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈമിൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മൾ ഈ വെയർഹൗസിൽ സ്റ്റോർ ചെയ്തിട്ട് 365 ഡേയ്സിൽ നമുക്ക് മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെയാണ് നമ്മൾ പൈനാപ്പിളൊക്കെല്ലാം നമ്മുടെ തൊടുപുഴയിലും ആ ഏരിയയിലൊക്കെ നിറയെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ഒരു വെയർഹൗസ് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. ആ പൈനാപ്പിളിനെ എങ്ങനെ പ്രിസർവ് ചെയ്യാൻ സാധിക്കും? പൈനാപ്പിൾ ഒരു ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഒരു ഷെൽഫ് ലൈഡ് മെറ്റീരിയലാണ്. ഒരു കുറച്ച് കാലയളവിന് ശേഷം അതെല്ലാം ഡാമേജ് ആകും.
അതെങ്ങനെ പ്രിസർവ് ചെയ്യാൻ പറ്റുമെന്നും ആലോചിക്കാം. ആ പ്രിസർവ് ചെയ്യുന്ന ഒരു വെയർ ഹൗസ് ഉണ്ടാക്കാം. ഇപ്പോൾ ഫാമേഴ്സിൻ്റെ നിന്ന് അതെല്ലാം നമുക്ക് കളക്ട് ചെയ്യാം, അവിടെ പ്രിസർവ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് നടക്കുന്നത് അതൊരു പ്രൊഡക്ഷൻ ലോസ് വരുന്നില്ല. ഇപ്പം നമ്മളുടെ അഗ്രികൾച്ചറെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 100 കിലോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത 13 കിലോ നമുക്ക് വേസ്റ്റായിട്ട് പോകുകയും, ഈ വേസ്റ്റായിട്ട് പോകാനുള്ള മെയിൻ കാരണം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ അഗ്രികൾച്ചർ പാർക്കിൻ്റെ ഷോർട്ടേജാണ്, ഇതുപോലെയുള്ള വെയർഹൗസിൻ്റെ ഷോർട്ടേജാണ്. ഇതിലെല്ലാം നമുക്ക് ചിന്തിച്ച് അതിലോട്ട് പോകാൻ ഒത്തിരി സ്കോപ്പുകളുണ്ട്. അതുപോലെയാണ് ഇപ്പോഴത്തെ നമ്മൾ ലേറ്റസ്റ്റ് ആയി വരുന്ന കൊമേഴ്സ്, റീറ്റെയിൽ സെക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ. ഇപ്പം ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഈ വൈറ്റില ഹബിൽ നമ്മുടെ KSRTCയുടെ ഒരു ഓഫീസുണ്ട്. അതിൻ്റെ സൈഡിൽ ഇപ്പം ഒരു റൂം തുടങ്ങിയിട്ടുണ്ട്, KSRTC ലോജിസ്റ്റിക് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി അത് നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ആയിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അവർ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊടുക്കുന്നു, അത് അവർ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന KSRTC ബസ്സിൽ അല്ലെങ്കിൽ കണ്ണൂർക്ക് പോകുന്ന ബസ്സിലേക്ക് അത് കയറ്റി വിടും. അത് ഓൺ ദ വേയിൽ ഏതെങ്കിലും ഹബിൽ അൺലോഡ് ചെയ്ത് കസ്റ്റമറെ അൺലോഡ് ചെയ്ത് വെക്കുന്നു. അവിടുന്ന് പിന്നെ ഫർദർ കൊണ്ടുപോകുന്നത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ റിസ്കിലാണ് പോകുന്നത്. അപ്പോൾ ആ ഇൻഡിവിജ്വൽ റിസ്ക് എന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നിലയ്ക്ക് മനസ്സിലായി. KSRTC നമ്മുടെ വീട്ടിൽ വന്ന് ആ കൺസൈൻമെന്റ് എടുത്തുകൊണ്ട് പോയിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്നില്ല. ഒരു ഹബ് ടു അനദർ ഹബ് വരെയുള്ള മൂവ്മെന്റ്സ് അവരുടെ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. ആ ഹബ്ബിന്ന് ഈ പറയുന്ന പോലെ ഇൻഡിവിജ്വലിലേക്ക് എത്തിക്കാൻ ആ ഒരു സ്കോപ്പ് ഇപ്പോഴും കിടക്കുകയാണ്. ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ ഇത് വൈറ്റ്ലയിൽ ആ ഹബ്ബ് ഉണ്ട്. 3-4 കയോസ്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കടകൾ പോലെയുള്ള അല്ലെങ്കിൽ ചെറിയൊരു പാർസൽ സ്റ്റോർ, കയോസ്ക് KIOSK എന്ന് പറഞ്ഞാൽ ചെറിയൊരു കയോസ്ക് തുടങ്ങിയാൽ തന്നെ ഈ വൈറ്റ്ല ഹബിൻ്റെ ചുറ്റുപാട് ഒരു 10 കിലോമീറ്റർ റേഡിയസിനുള്ളിലോ ഒരു 15 കിലോമീറ്റർ റേഡിയസിനുള്ള ചെറിയ ചെറിയ കയോസ്ക് തുടങ്ങിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പബ്ലിക്കിൻ്റെ നിന്ന് അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് ഒരാൾ അത് ഫുള്ളായിട്ട് KSRTCയിൽ ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. മനസ്സിലാവുന്നു. നമ്മൾ ഇത്ര നേരം ഇപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കോഴ്സിനെ പറ്റിയിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യണ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇപ്പോൾ സാർ ഇത്രയും നേരം സംസാരിച്ചതെന്ന് എനിക്ക് തോന്നി, ഓക്കെ, ലോജിസ്റ്റിക്സ് നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഫീൽഡാണെന്ന് തോന്നുമ്പോൾ എനിക്ക് അതിലേക്ക് എൻ്റെ കരിയർ സ്വിച്ച് ചെയ്യാൻ ഒരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റുമോ? എനിക്ക് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ പഠിച്ചത്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചത് ഇങ്ങനെയായിരിക്കും, ഇതുമായിട്ടൊരു ബന്ധമില്ലായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആക്ച്വലി എന്താണ് ഈ ലോജിസ്റ്റിക്കിൽ നടക്കണേന്ന് ആദ്യം ഒരു ഐഡിയ ഉണ്ടാകും. ഈ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ശ്വേത പറഞ്ഞതിന് ആൻസർ കിട്ടുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ കുട്ടികളെല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിയുന്നുണ്ട്, ഇലക്ട്രിക്കലില്, പിന്നെ വേറെ ഏതെല്ലാം, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, ഇലക്ട്രോണിക്സ്, ഇതിലെല്ലാം ഡിപ്ലോമ എടുത്തിട്ട് ജോലി കിട്ടാതെ നടക്കും. ഈ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ കഴിഞ്ഞതിന് ശേഷം അവർ ജോബ് അന്വേഷിച്ചെടുക്കുമ്പോഴത്തേക്കും ആ സെയിം ജോബ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. അപ്പം അത്രമാത്രം ഔട്ട്പുട്ടാണ് ജനറേഷനാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഈ മെക്കാനിക്കൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഒരു 6 മാസത്തെ ഒരു ലോജിസ്റ്റിക് കോഴ്സ് എടുത്താലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സാണ്, അവരുടെ റിലേറ്റഡ് ആയിട്ടാണ് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയൊക്കെ. ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയും ഓട്ടോമൊബൈൽ ഷോറൂംസ്, ഓട്ടോമൊബൈൽ സർവീസ് സെൻറ്റേഴ്സ്, ഇവിടെയെല്ലാം സ്റ്റോഴ്സ് അവൈലബിൾ ആണ്. സ്റ്റോഴ്സിൻ്റെ ആ ആക്ടിവിറ്റി അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 6 മാസത്തെ കോഴ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ ആ ഡിപ്ലോമ പഠിച്ച കുട്ടിക്ക് ഒരു ആഡ് ഓൺ ആണ്. നമ്മൾ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ചെന്നിട്ട് മെക്കാനിക്കലിൻ്റെ ജോബ് ചോദിച്ചാൽ ചിലപ്പോൾ സംടൈംസ് ഉണ്ടായിന്ന് വരുന്നു. അപ്പോൾ ഈ കുട്ടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, അതിൻ്റെ കൂടെ ഒരു ലോജിസ്റ്റിക്കിൻ്റെ കോഴ്സും കൂടി എടുത്തിട്ട് പോകുകയാണെങ്കിൽ അതൊരു ആഡ് ഓൺ. അപ്പോൾ അവർ നോക്കുമ്പോഴത്തേന് ആ സമയത്ത് ചിലപ്പോൾ അവിടെ അത് വേക്കൻസി ഇല്ലെങ്കിൽ ആ കുട്ടീനെ ലോജിസ്റ്റിക്കിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ അവിടെ നിൽക്കുന്ന എക്സിസ്റ്റിംഗ് ജോബ് കിട്ടിയ ആൾക്ക് ഇങ്ങനത്തെ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്കും ഈ ലോജിസ്റ്റിക് ഫീൽഡിലായിട്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മൾട്ടി സ്കില്ലാണ് അവിടെ നടക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ പോസിബിലിറ്റീസ് നമ്മുടെ ഈ ലോജിസ്റ്റിക് ഫീൽഡിലുണ്ട്. ഏതൊക്കെ ലോജിസ്റ്റിക് ഫീൽഡ് ഏതെല്ലാം സെക്ടറിലുണ്ടോ അതിനെപ്പറ്റി ഒരു ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സ്വിച്ച് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ.
ഇപ്പോൾ ലോജിസ്റ്റിക്സിൽ സാറ് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത് 2 ഷിപ്പുകൾ, ഒന്ന് മറിഞ്ഞു, ഒന്ന് കത്തിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കുള്ളിലൊരു പേടി ഉണ്ടാവില്ലേ, ഇങ്ങനെ ഒരു ജോലി എടുക്കുകയാണെങ്കിൽ അതിൽ എന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളത് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു തോട്ട് വരില്ലേ? അത് അങ്ങനെയുള്ള ഒരു ഇതിന് സാറിന് എന്താ പറയാനുള്ളത്? റിസ്ക് എടുക്കുന്ന അത്യാവശ്യമാണ്. ശരി, മനസ്സിലാവും. ഈ അതൊരു ആക്സിഡന്റ് ആണ്. അതൊരു അതിൽ ഉള്ളവരും ഒരു ഹ്യൂമൻ ബീയിങ്സ് ആണ്, ഓപ്പറേറ്റേഴ്സ് എല്ലാം ഫുള്ള്. അപ്പോൾ അവർ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു ആക്സിഡന്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ടെക്നിക്കൽ സ്നാഗ് ഉണ്ടാകും, ക്ലൈമറ്റ് പെർമിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ കണ്ടെയ്നർ ആണെങ്കിൽ കണ്ടെയ്നർ ലാഷ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ കണ്ടെയ്നർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. കണ്ടെയ്നർ ഷിപ്പിൽ പൊസിഷൻ ചെയ്യുന്ന കുറേ രീതികളുണ്ട്. ആ രീതികൾക്കനുസരിച്ച് വെച്ചാൽ മാത്രമേ അതിന്റെ ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഒരു ഷിപ്പ് ആക്സിഡന്റ് ആയെന്ന് പറയുമ്പോൾ അതിന് ഇമ്മീഡിയറ്റ്ലി നമുക്ക് അതിന്റെ റീസൺ കണ്ടെത്താൻ പറ്റത്തില്ല. അത് ഒത്തിരി അതിന്റെ ബാക്ക്വേർഡ് അതിൻ്റെ പ്രോസസ്സ് എല്ലാം നമുക്ക് റീചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിനാണ് നമുക്കൊരു റൂട്ട് കോസ് അനലൈസിസ് എന്ന് പറഞ്ഞ ഒരു ടൂള് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. ആ ടൂൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആക്ച്വൽ റീസൺ കണ്ടെത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും റിസ്ക് ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്കും എന്തെല്ലാം റിസ്ക് കവർ ചെയ്തിട്ടാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇന്നലെ മോൻ ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്കും മഴയത്താണ്, അവന് കാണാൻ പറ്റുന്നില്ല ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെ നടക്കുന്നു, എന്തൊക്കെ കിടക്കുന്നു. അപ്പോൾ അവിടെ ഒരു ആക്സിഡന്റിന്റെ ചാൻസ് ഉണ്ട്. ഒരു റിസ്ക് എപ്പോഴും ലൈഫിലുണ്ട്. അതിനെ നോക്കിയിട്ട് നമുക്ക് ലൈഫ് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ശരിയാ. ഇപ്പോൾ ലോജിസ്റ്റിക്സ് സാർ ഇപ്പോൾ HOD ആയിട്ട് കറൻ്റ്ലി HOD ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ പറയുന്ന പോലെ ലോജിസ്റ്റിക്സ് പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടൊക്കെ നോർമലി അങ്ങനെ കൊടുക്കാറുണ്ട്? എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസോ അഷുറൻസോ കൊടുത്ത് അവർ പ്ലേസ്ഡ് ആയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുകളൊക്കെ കൊടുക്കാൻ കഴിയുമോ? എങ്ങനെയാണ് അതിനെപ്പറ്റി? നമ്മളിപ്പോൾ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 6 മന്ത് കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും കൊടുത്ത് വിടാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ കുട്ടി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു ജോബ് കിട്ടുന്നവരെ നമ്മൾ അവരുടെ പുറകിലുണ്ടാകും. അവർക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കും. സപ്പോസ് ഒരു കുട്ടിക്ക് ഇൻ്റർവ്യൂ വന്നേക്കുന്നത് വെയർ ഹൗസിലോട്ടാണ്. ആ വെയർ ഹൗസിലോട്ട് പോകുന്ന മുന്നേ ആ കുട്ടി നമ്മളോട് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഗെയിൻ നമ്മൾ അവരൊരു ചെറിയൊരു ഗ്രൂമിങ് സെഷൻ കൊടുത്തിട്ടായിരിക്കും പറഞ്ഞു വിടുന്നത്. 6 മാസം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ജോലി കിട്ടണമെന്നില്ല. 6 മാസം കഴിഞ്ഞ് ചിലപ്പോൾ 2 മാസം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് അവരെല്ലാം മറന്നു പോയിട്ടുണ്ടാവും. ആ കുട്ടിക്ക് വീണ്ടും തിരിച്ചു വരാം. തിരിച്ചു വന്ന് നമ്മുടെ ഇന്ന് ആ ഒരു ടെക്നിക്കൽ നോഹൗ എല്ലാം നമുക്ക് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി കോഴ്സ് കഴിഞ്ഞ് ജോബ് കിട്ടുന്നവരെയുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ വിഴിഞ്ഞം അങ്ങനെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഇപ്പം ഇന്ത്യക്കകത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് ട്രൈ ചെയ്യാൻ എല്ലാവർക്കും ഉള്ളിലൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് പ്രോബ്ലം ആയിരിക്കും. എനിക്കിപ്പോൾ വേറൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഭാഷ അറിയില്ല, അതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ പുറത്തോട്ട് ട്രൈ ചെയ്യണമെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അത്രയും ഫ്ലുവൻ്റ് അല്ല. അപ്പോൾ എനിക്ക് പോകാൻ അങ്ങനെ ഉള്ളിൽ പേടി കൊണ്ട് കിടക്കുന്നതുകൊണ്ട് ജോലി ചിലപ്പോൾ കരിയർ വിട്ട് കളയുന്ന ആൾക്കാരും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഗ്രൂമിങ് സെഷനോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയാ? ഈ സിറ്റുവേഷൻ ഞാൻ ഒത്തിരി ഫേസ് ചെയ്തതാണ്. നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും ആ കുട്ടികൾക്ക് പറയാൻ അറിവുണ്ടായിരിക്കും, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. എന്താ വെച്ചാൽ എല്ലാവരും ഉള്ളിൽ പേടിയാണ്, ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളതുകൊണ്ട് ആ പ്രോബ്ലം കവർ ചെയ്യാനായിട്ട് നമ്മളൊരു സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് സ്കിൽ പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ സോഫ്റ്റ് സ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ സോഫ്റ്റ് സ്കില്ലിലൂടെ അവരുടെ ഈ പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും എന്താ പറയുക,
മാനദണ്ഡങ്ങൾ കീപ്പ് ചെയ്യേണ്ട കാര്യമുണ്ട്? ഇപ്പോൾ +2 കഴിഞ്ഞ് ഇന്ന കോഴ്സ് ചെയ്താൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇതിനൊരു ക്വാളിഫിക്കേഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നോർമലി നമുക്ക് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള എഗ്രിമെൻ്റ് അനുസരിച്ച് നമുക്ക് +2 കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും ഈ കോഴ്സ് നടത്തിയിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും. ആ ഓക്കെ. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അല്ലാതെ അപ്പോൾ +2 കഴിഞ്ഞാലും ഏത് സബ്ജക്റ്റ് പഠിച്ചിട്ട് വന്നാലും ഈ ലോജിസ്റ്റിക് കോഴ്സ് എടുക്കണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. സർ, ഇപ്പോൾ ലോജിസ്റ്റിക്സ് കോഴ്സുകൾ ഒത്തിരി ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഒത്തിരി ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എവിടെ നോക്കിയാലും എന്തായാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മസ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും പുറത്തിറങ്ങുമ്പോൾ. അപ്പോൾ സാറിൻ്റെ ഇപ്പോൾ സാർ HOD ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവിടെ കോഴ്സ് കൊടുക്കുന്നത്? അതുമാത്രമല്ല, ഇപ്പോൾ സാറ് സ്റ്റുഡൻസിനായിട്ട്, ഇപ്പോൾ സാർ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനായതുകൊണ്ടും സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ പല ഇൻ്റർവ്യൂസ്, ജോബ് ഇൻ്റർവ്യൂസിന് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ പോരായ്മകൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സാർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ HOD ആയിട്ട് ഇരിക്കുമ്പോൾ സാർ ഇതെല്ലാം, ഈ പോരായ്മകളെല്ലാം നികത്തിക്കൊണ്ടായിരിക്കുമല്ലേ എന്തായാലും ഒരു സ്റ്റുഡൻറ്റിനെ പഠിച്ച് പുറത്തോട്ട് വിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നിന്ന് കുട്ടികൾക്കായിട്ട് കൊടുക്കുന്നത്? ഇപ്പം നമ്മൾ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ടോപ്പിക്കും സിലബസ് എല്ലാം കവർ ചെയ്യുന്നത് ഇൻഡസ്ട്രി റിലവൻ്റ് ആയ സബ്ജക്ട്സ് ആണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ആ ഇൻഡസ്ട്രി റിലവൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിൽ ഏതെല്ലാം സെക്ടേഴ്സ് ഉണ്ടോ ആ സെക്ടേഴ്സിന് ഡീപ്പായിട്ടാണ് കവർ ചെയ്യുന്ന ഒരു സിലബസാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പഠിപ്പിച്ചതിന് ശേഷം കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ്. ആ ഒരു 5 മന്ത് തിയറിയും ഒരു 1 മന്ത് ഇൻറ്റേൺഷിപ്പാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ 5 മന്ത് തിയറിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൊടുക്കും. ഇൻഡസ്ട്രി റിലവൻ്റ് ആയ ടോപ്പിക്കായിരിക്കും നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു ആ ക്വസ്റ്റ്യൻസിന് എങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മളിവിടെ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഇൻറ്റേൺഷിപ്പും എത്ര മാസത്തെ പ്രോഗ്രാമാ നോർമലി എത്ര മാസത്തെ പ്രോഗ്രാമാണ് ഈ ലോജിസ്റ്റിക്സിലുള്ളത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു 5 മന്ത് തിയറിയും ഒരു 1 മന്ത് ഇൻറ്റേൺഷിപ്പാണ്. ഈ 5 മന്തിൽ നമ്മൾ മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രി റിലവൻ്റ് ആയ സബ്ജക്റ്റുകളെല്ലാം പഠിപ്പിക്കും. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൊടുക്കും. സേഫ്റ്റീനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ക്ലാസ് ഉണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി ഈ കാലഘട്ടത്തിൽ വളരെയധികം അത്യാവശ്യമാണ്. സേഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സേഫ്റ്റി മാത്രമല്ല, മെറ്റീരിയൽസിൻ്റെയും മെഷീൻ്റെയും നമ്മുടെ സേഫ്റ്റിയും കൂടി നോക്കേണ്ട അത്യാവശ്യമാണ്. ഇതിൻ്റെ എല്ലാം ഒരു ജനറലൈസ് ആയ കോഴ്സും നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഇൻഡസ്ട്രിയിലെ റിലേറ്റഡ് ആയ കുറേ ടേംസ് ഉണ്ട്, ടൂൾസ് ഉണ്ട്. ഇതിനെല്ലാം നമ്മൾ അവരെ പഠിപ്പിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിലബസിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് ധൈര്യമായിട്ട് ലോജിസ്റ്റിക്സ് തിരഞ്ഞെടുക്കാം ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കവറപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്ലേ? ഓക്കെ. ഈ ഒരു കരിയർ ചൂസ് ചെയ്ത് വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് സാറിന് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ പുതിയതായിട്ട് ഇതിലേക്ക് വരുന്ന ഒരാളോട്? ഇത്രയും കാലം എനിക്ക് തോന്നുന്നു 92 മുതൽ വർക്ക് ചെയ്ത് വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സാറിന് ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ഈ സെഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ബൂമിങ് സെക്ടർ എന്ന് തന്നെ. ആക്ച്വലി ഇറ്റ് ഈസ് നമ്മൾ ഈ ലോജിസ്റ്റിക്സ് കരിയറിൽ വളരെ ബൂമായിക്കൊണ്ടിരിക്കുന്ന സെക്ടർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സെക്ടേഴ്സിൻ്റെയും എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു 5 ഇയേഴ്സിൽ നിറയെ ഷോർട്ടേജ് ഉണ്ടാവും നമ്മുടെ ഈ ലോജിസ്റ്റിക് പഠിച്ച എക്സ്പീരിയൻസ്ഡ് ആയ കുട്ടികളുടെ. അപ്പം വേൾഡിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ. ഇപ്പം ഇന്ത്യയിൽ തന്നെ നിറയെ ആത്മനിർഭർ ഭാരത് എന്നുള്ള പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത് തന്നെ ഇന്ത്യയിൽ തന്നെ എല്ലാ ഇൻഡസ്ട്രിയും എല്ലാ പ്രൊഡക്ട്സും ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നമ്മുടെ ലോജിസ്റ്റിക്കിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നിറയുണ്ട്. അതെല്ലാം നമുക്ക് ഈ കോഴ്സുകളിലൂടെ മെറ്റീരിയലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ.
അപ്പോൾ ഇത്രയും നേരം ലോജിസ്റ്റിക്സിനെ പറ്റി അപ്പോൾ എനിക്കും കുറേ പുതിയ കാര്യങ്ങളാണ്, കുറേ പുതിയ വാക്കുകൾ കിട്ടിയിട്ടുണ്ട്, പുതിയ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇത്രയും അവസരങ്ങളുണ്ട് എന്നുള്ളത് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ഷിപ്പ്, ഒരു എയർലൈൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ വെയർഹൗസ് ജോലികളായിരിക്കാം, ഈ പറയണ പോലെ ചുമടെടുക്കാൻ പോകണം, അങ്ങനത്തെ ഒരു മൈൻഡിലൊക്കെയാണ് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ലാതെ ഇത്രയും ഏരിയാസ് ഉണ്ട് നമുക്ക് കവർ ചെയ്യാനുള്ളത് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഇത്രയും ടൈം നമ്മുടെ കൂടെ ഇത്രയധികം കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ശ്വേത.